भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധ അധ സപ്തഷഷ്ടിതമോऽധ്യായ. രാജോവാച ഭൂയോഹം ശ്രോതുമിച്ഛാമി രാമസ്യാദ്ഭുതകർമ്മണ അനന്തസ്യ പ്രമേയസ്യ യദന്യൽ കൃതവാൻ പ്രഭു. ശ്രീശുക ഉവാച നരകസ്യ സഖാ കശ്ചിൽ ദ്വിവിധോ നാമ വാനര സുഗ്രീവ സചിവ സോധ ഭ്രാതാ മൈന്ദസ്യ വീര്യവാൻ. സഖ്യു സോപചിതിം കുർവൻ വാനരോ രാഷ്ട്രവിപ്ലവം പുരഗ്രാമാകരാൻ ഘോഷാനദഹൽ വന്യമുത്സൃജൻ. കുചിൽ സ ശൈലാനുൽപാട്യ തൈർദേശാൻ സമചൂർണയൽ ആനർത്താൻ സുതരാമേവ യത്രാസ്തേ മിത്രഹാഹരി. കുചിൽ സമുദ്രമധ്യസ്ഥോ ദോർഭ്യാമുക്ഷിപ്യ തജ്ജലം ദേശാന്നാകായുത പ്രാണോ വേലാകുലാനമജ്ജയൽ. ആശ്രമാൻ ഋഷിമുഖ്യാനാം കൃത്വാ ഭഗ്നവനസ്പതീൻ അദൂഷയൻ ചകൃന്മൂത്രൈരഗ്നിൻ വൈതാനികാൻ ഖല. പുരുഷാൻ യോഷിതോ ദൃപ്ത ക്ഷ്മാഭൃത് ദ്രോണീഗുഹാസു സ നിക്ഷിപ്യ ചാപ്യധാച്ഛൈലൈ പേശസ്കാരീവ കീടകം. ഏവം ദേശാൻ വിപ്രകുർവൻ ദൂഷയംശ്ച കുലസ്ത്രിയാ ശ്രുത്വാ സുലളിതം ഗീതം ഗിരിം രൈവതകം യയൗ. തത്രാപശ്യൽ യദുപതിം രാമം പുഷ്കരമാലിനം സുദർശനീയ സർവാംഗം ലലനായുധമധ്യകം. ഗായന്തം വാരുണിം പീത്വാ മദവിഹ്വലലോചനം വിഭ്രാജമാനം വപുഷാ പ്രഭിന്നമിവ വാരണം. ദുഷ്ട ശാഖാമൃഗശാഖാമാരൂഢ കമ്പയൻ ദ്രുമാൻ ചക്രേ കിലകിലാശബ്ദമാത്മാനം സംപ്രദർശയൻ. തസ്യ ധാർഷ്ട്യം കപേർവീക്ഷ്യ തരുണ്യോ ജാതി ചാപലാ ഹാസ്യപ്രിയാ വിജഹസുർബലദേവ പരിഗ്രഹാ. താ ഹേളയാമാസ കപിർഭ്രൂക്ഷേപൈ സമ്മുഖാദിഭി ദർശയൻ സ്വഗുദം താസാം രാമസ്യ ച നിരീക്ഷിത. തം ഗ്രാവ്ണാ പ്രാഹരൽ ക്രുദ്ധോ ബല പ്രഹരതാം വര സ വഞ്ചയിത്വാ ഗ്രാവാണം മദിരാകലശം കപി.
ഗൃഹീത്വാ ഹേളയാമാസ ധൂർത്തസ്തം കോപയൻ ഹസൻ നിർഭിദ്യ കലശം ദുഷ്ടോ വാസാംസ്യ സ്ഫാലയൽ ബലം. കദർധീകൃത്യ ബലവാൻ വിപ്രചക്രേ മദോദ്ധത തം തസ്യാവിനയം ദൃഷ്ട്വാ ദേശാംശ്ച തദുപദ്രുതാൻ. ക്രുദ്ധോ മുസലമാദത്ത ഹലം ചാരിജിഘാംസയാ ദ്വിവിധോപി മഹാവീര്യ സാലമുദ്യമ്യ പാണിനാ. അഭ്യേത്യ തരസാ തേന ബലം മൂർധന്യതാടയൽ തം തു സംഘർഷണോ മൂർധ്നി പതന്തമചലോ യഥാ. പ്രതിജഗ്രാഹ ബലവാൻ സുനന്ദേനാഹനച്ച തം മുസലാഹതമസ്തിഷ്കോ വിരേജേ രക്തധാരയാ. ഗിരിർയഥാ ഗൈരികയാ പ്രഹാരം നാനുചിന്തയൻ പുനരന്യം സമുൽക്ഷിപ്യ കൃത്വാ നിഷ്പത്രമോജസാ. തേനാഹനൽ സുസംക്രുദ്ധസ്തം ബലശതഥാച്ഛിനൽ തതോന്യേന രുഷാ ജഘ്നേ തം ചാപി ശതധാച്ഛിനൽ. ഏവം യുധ്യൻ ഭഗവതാ ഭഗ്നേ ഭഗ്നേ പുനഃ പുനഃ ആകൃഷ്യ സർവതോ വൃക്ഷാൻ നിർവൃക്ഷമകരോദ്വനം. തതോ മുഞ്ചിലാവർഷം ബലസ്യോപര്യമർഷിത തൽസർവം ചൂർണയാമാസ ലീലയാ മുസലായുധ. സബാഹു താലസംഗാശൗ മുഷ്ടീകൃത്യ കപീശ്വര ആസാദ്യ രോഹിണീ പുത്രം താഭ്യാം വക്ഷസ്വരൂരുജൽ. യാദവേന്ദ്രോപി തം ദോർഭ്യാം ത്യക്ത്വാ മുസലലാംഗലേ ജത്രാവഭ്യർദയൽ ക്രുദ്ധ സോപതദ്രുധിരം വമൻ. ചകമ്പേ തേന പതത സടംഗ സവനസ്പതി പർവത കുരുശാർദൂല വായുനാ നൗരിവാംഭസി. ജയശബ്ദോ നമശബ്ദ സാധു സാധ്വിതി ചാംബരേ സുരസിദ്ധമുനീന്ദ്രാണാമാസീൽ കുസുമവർഷിണാം. ഏവം നിഹത്യ ദ്വിവിധം ജഗദ്വ്യതികരാവഹം സംസ്തൂയമാനോ ഭഗവാൻ ജനൈ സ്വപുരമാവിശൽ. ശ്രീഹരയേ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വൈയാസക്യാമഷ്ടാദശസാഹസ്ര്യാം പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ദ്വിവിധവധോ നാമ സപ്തഷഷ്ടിതമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അസാരേ സംസാരേ വിഷയവിഷസംഗാകുലധിയ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിബത ശുകഗാധാതുലസുധാം. കിമർത്ഥം വ്യർത്ഥം ഭോ വ്രജത കുപഥേ കുൽസിതകഥേ പരീക്ഷിത് സാക്ഷി യശ്രവണഗതമിത്യുക്തികഥനേ. ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജയുടെ 657 ദിവസം ഇന്ന്. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 67 അധ്യായം, അതാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ഇവിടെ
ബലരാമസ്വാമിയുടെ ദ്വിവിധവധം എന്ന ലീലയാണ് ഈ അധ്യായത്തിലൂടെ പറഞ്ഞു വച്ചിട്ടുള്ളത്. പരീക്ഷിത്ത് ശ്രീ ശിവബ്രഹ്മർഷിയുടെ അടുത്തിരുന്ന് ഭാഗവത കഥകൾ കേൾക്കുന്നു. ഇതാണ് നമ്മൾ ആദ്യത്തെ സമാരംഭ ശ്ലോകമായിട്ട് ചൊല്ലിയത്. സാരശൂന്യമായ അസാരേ സംസാരേ, സാരശൂന്യമായിരിക്കുന്ന ഈ സംസാരത്തിൽ ഇന്ദ്രിയ സുഖങ്ങൾ അതാകുന്ന വിഷം ബാധിച്ച ബുദ്ധി, വിഷസംഗാകുലധിയ, ഇങ്ങനെയുള്ള ജനങ്ങളെ നിങ്ങൾ കുറച്ചു നേരം ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിബത ശുകഗാഥാതുലസുധാം, കുറച്ചു നേരം ഭാഗവതം വായിക്കൂ, കുറച്ചു നേരം ഭാഗവതം കേൾക്കൂ. ഇത് ശ്രീ ശിവബ്രഹ്മർഷി പാടിയ അതുല്യമായ അമൃതാണ്. നിങ്ങളിതിനെ പാനം ചെയ്യൂ. എന്തിനാണ്? കിമർത്ഥം വ്യർത്ഥം ഭോ, എന്തിനാണ് കുൽസിത കഥകളുടെ, കുൽസിത കഥേ കുപഥേ കുൽസിത കഥേ എന്നാണ് തെറ്റായ മാർഗം, കുപഥം. അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഈ കുൽസിത കഥകൾ കേട്ടതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഇതിന് ഭാഗവതം കേട്ടാൽ പ്രയോജനമുണ്ട് എന്നുള്ളതിന് ആരാണ് സാക്ഷി? പരീക്ഷിത് സാക്ഷി യൽ ശ്രവണഗതമിത്യുക്തി കഥനെ. ഇതിലെ കഥകൾ അനുഗാനം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് മുക്തി ലഭിക്കും എന്ന് പരീക്ഷിത്ത് കാണിച്ചു തരുന്നു. അതാണ് നമ്മൾ ഇന്ന് ചൊല്ലിയത്. അപ്പോൾ ആ പരീക്ഷിത്ത് ശ്രീ ശിവബ്രഹ്മർഷിയുടെ അടുത്ത് പറയുകയാണ്, ഭൂയോഹം ശ്രോതുമിച്ഛാമി രാമസ്യ അദ്ഭുതകർമ്മണ അനന്തസ്യാപ്രമേയസ്യ യദന്യൽ കൃതവാൻ പ്രഭു. അനന്തനും അപ്രമേയനുമായ അത്ഭുത കർമ്മങ്ങൾ നടത്തുന്നവനുമായ, അനന്തൻ എന്ന് പറഞ്ഞാൽ അവധിയില്ലാത്ത, അപ്രമേയൻ പ്രമാണങ്ങൾക്ക് അതീതനായിരിക്കുന്നവൻ, അങ്ങനെയുള്ള ആ രാമൻ്റെ ചരിത്രത്തെ, രാമസ്യ ചരിതം ഭൂയ, ഇനിയും കേൾക്കാനായിട്ട് അഹം ഇച്ഛാമി, ഞാൻ ആഗ്രഹിക്കുന്നു. പ്രഭു അന്യത് യത് കൃതവാൻ, ആ ഭഗവാൻ വേറെ എന്തൊക്കെയാണ് ചെയ്തത് അതൊക്കെ പറഞ്ഞു തരണേ എന്ന് പറയുന്നു. കാളിന്തി തീരത്ത് ആ ഗോപികമാരോടുകൂടി രാസലീലയാടിയ രംഗം അത് പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് പ്രവർത്തിച്ചത്? ബലരാമസ്വാമി രൈവതകഗിരിയിൽ യുവതീസഹേതനായി തൻ്റെ ഭാര്യമാരോടുകൂടി ക്രീഡിക്കുമ്പോൾ ദ്വിവിധനെ കൊന്നതായിട്ടുള്ള കഥ പറയുകയാണ്. അപ്പം ശ്രീ ശിവബ്രഹ്മർഷി ശ്രീശിവൻ പറയുന്നു, നരകസ്യ സഖാ കശ്ചിൽ ദ്വിവിധോ നാമ വാനര സുഗ്രീവ സജീവ സോധ ഭ്രാത മൈന്ദസ്യ വീര്യവാൻ. ആരാണ് ദ്വിവിധൻ? വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നരകസ്യ സഖ, നരകന്റെ കൂട്ടുകാരൻ. ദ്വിവിധൻ എന്നു പേരുള്ള കശ്ചിത് വാനരഹ, ഒരു വാനരൻ. അവിടെ അഥാസ എന്നാൽ അവൻ സുഗ്രീവ സജീവ, പണ്ട് സുഗ്രീവന്റെ മന്ത്രിയായിരുന്നു, മൈന്ദന്റെ വീര്യശാലിയായ സഹോദരനുമായിരുന്നു എന്നാണ്. നരകാസുരന്റെ ഇഷ്ടക്കാരനായ ദ്വിവിധൻ അവൻ സാധാരണക്കാരനല്ല. രാമായണത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, സുഗ്രീവന്റെ മന്ത്രിയായിരുന്നു. അവൻ്റെ ആ മന്ത്രശക്തി വളരെ വലുതാണ്. ഇപ്പം രാമായണം ത്രേതായുഗത്തിൽ കഴിഞ്ഞ് ദ്വാപരയുഗത്തിലേക്ക് എത്തുമ്പോഴേക്കും അവൻ നരകാസുരൻ്റെ ഇഷ്ടപ്പെട്ട ഒരാളായി മാറി. മൈന്ദൻ്റെ വളരെ പ്രതാപശാലിയായ സഹോദരനാണ്. നരകൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് അവൻ രാമായണത്തിൽ രാമഭക്തനായിരുന്നുവെങ്കിൽ ഇപ്പോൾ നരകൻ്റെ കൂട്ടുകാരനായതോടുകൂടി നാരായണനായ കൃഷ്ണൻ്റെ ഇഷ്ടക്കാരനല്ലാതെയായി മാറി, ശത്രുവായി മാറി എന്ന് പറയുന്നു. സഖ്യു സോപചിതിം കുറുവൻ വാനരോ രാഷ്ട്രവിപ്ലവം പുരഗ്രാമാകരാൻ ഘോഷാനദഹൽ വന്യമുത്സൃജൻ. സവാനര, ആ വാനരൻ, ഈ ദ്വിവിധൻ, സഖ്യു സ്നേഹിതൻ്റെ അപചിതി
ആ കടത്തെ തീർക്കാൻ വേണ്ടി തൻ്റെ സ്നേഹിതനായ നരകാസുരനെ ശ്രീകൃഷ്ണൻ കൊന്നു. അതിനെ പ്രതിക്രിയ ചെയ്യണം. രാഷ്ട്രവിപ്ലവം, രാജ്യനാശം വരാൻ പാകത്തിന് പുരഗ്രാമാകരാൻ, പുരഗ്രാമങ്ങളെയും ഘോഷാൻ, ആ പലതരത്തിലുള്ള കുടിയിരിപ്പുകളെയും വന്യം ഉത്സൃജൻ, തീ കത്തിച്ച് അതിനെ മുഴുവൻ ദഹിപ്പിച്ചു എന്ന് പറയുന്നു. ശ്രീകൃഷ്ണൻ്റെ ആ നരകാസുരവധം എന്നുള്ള ലീല അത് കണ്ടപ്പോൾ തൻ്റെ കൂട്ടുകാരനായ നരകാസുരനെ നിഗ്രഹിച്ചതിലുള്ള ദേഷ്യം കാരണം ആ നാരായണ നേരെ വാനരനായിരിക്കുന്ന അവൻ പലതരത്തിലുള്ള പ്രവൃത്തി, ശ്രീകൃഷ്ണൻ്റെ അന്വേഷണത്തിലിരിക്കുന്ന പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ, പലതരത്തിലുള്ള കുടിയിരിപ്പുകൾ മുഴുവൻ നശിപ്പിച്ചു, ഒക്കെ തീവച്ചു ഈ ദ്വിവിധൻ. എന്നിട്ടോ ക്വചിൽ സ ശൈലാനുൽപാട്യ തൈർദേശാൻ സമചൂർണയൽ ആനർത്താൻ സുതരാമേവ യത്രാസ്തേ മിത്രഹാഹരി. അവൻ ചില സമയത്ത് ശൈലാൻ ഉൽപാട്യ, പർവ്വതങ്ങളൊക്കെ പുഴക്കിയെടുത്ത്, അതുകൊണ്ട് ദേശാൻ സമചൂർണയൽ, ദേശത്തെ മുഴുവൻ പൊടിപൊടിയാക്കി. മിത്രഹ, തൻ്റെ മിത്രത്തെ നരകാസുരനെ ഹനിച്ച ഹരി ശ്രീകൃഷ്ണൻ എത്ര ആസ്തെ, എവിടെയാണോ ഇരിക്കുന്നത്, ആനർത്താൻ സുതരാം ഏവ, അനർത്ഥദേശങ്ങളെ ഏറ്റവും സുതരാം ഏവ, ഇവിടെ പർവ്വതങ്ങളെയൊക്കെ തകർത്തെറിഞ്ഞു എന്ന് മാത്രമല്ല വീടുകളും ജനങ്ങളെയൊക്കെ ഇത്തരത്തിൽ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ സ്നേഹിതനായ നരകാസുരനെ കൊന്ന ആ ശ്രീകൃഷ്ണൻ ഇരിക്കുന്ന ദ്വാരകയുടെ അടുത്തുള്ള ആനർത്തം തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഈ പ്രവൃത്തി, ഈ ദുഷ്ടതരങ്ങളൊക്കെ ചെയ്തു കൂട്ടിയത്. ക്വചിൽ സമുദ്രമധ്യസ്ഥോ ദ്യോർഭ്യാമുക്ഷിപ്യ തജ്ജലം ദേശാൻ നാഗായുധ പ്രാണോ വേലാകൂലാനമജ്ജയൽ. ക്വചിൽ, ചിലപ്പോൾ എന്ത് ചെയ്യും, സമുദ്രമധ്യസ്ഥ, സമുദ്രത്തിൻ്റെ മധ്യത്തിൽ നിന്ന് നാഗായുധ പ്രാണ, 10,000 ആനകളുടെ ബലത്തോടുകൂടി അവൻ ദോർഭ്യാം, 2 കൈ കൊണ്ടും തജ്ജലം, അതിലെ ജലത്തെ ഉയർത്തിയിട്ട് അവിടെ പലയിടത്തും വേലിയേറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി, വെള്ളത്തിൻ്റെ ഗതിയെ തടയുക. എന്നിട്ടോ സമുദ്രജലം കരകവിഞ്ഞ് മേൽപോട്ട് ഉയരും, വേലിയേറ്റം. അങ്ങനെ സമുദ്രത്തിൻ്റെ കരയിലുള്ള സ്ഥലങ്ങളെ മുഴുവൻ വെള്ളത്തിൽ മുക്കുക, അഗ്നി കൊണ്ട് ചില സ്ഥലങ്ങളൊക്കെ ദഹിപ്പിക്കുക, മറ്റൊരിടത്ത് വെള്ളം ഉപയോഗിച്ച് ആളുകളെ വെള്ളപ്പൊക്കത്തിൽപ്പെടുത്തി അവർ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ സന്തോഷിക്കുക. ആശ്രമാൻ ഋഷിമുഖ്യാനാം കൃത്വാ ഭഗ്നവനസ്പതീൻ അദൂഷയൻ ശകൃന്മൂത്രൈരഗ്നിൻ വൈതാനികാൻ ഖല. പിന്നെ ഋഷിമുഖ്യാനാം, ഋഷിശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളുടെ ആശ്രമങ്ങളെ ഭഗ്നവനസ്പതീൻ കൃത്വ, മുറിച്ചു കളഞ്ഞ, അതിൽ ആശ്രമത്തിൽ നിരവധി വൃക്ഷങ്ങളുണ്ടാവും, ആ വൃക്ഷങ്ങളെയൊക്കെ നശിപ്പിക്കും. പിന്നെ അവിടെ ചെന്ന് ആ ദുഷ്ടൻ ഖലഹ വൈതാനികാൻ, ഹോമത്തിന് ഉപയോഗിക്കുന്ന അഗ്നികളെ ശക്രന്മൂത്രൈ, മലമൂത്രങ്ങൾ കൊണ്ട് അദൂഷയൽ, അവിടെയും അതിനെയും നശിപ്പിക്കും. ഇങ്ങനെ എല്ലായിടത്തും നാശം വിതയ്ക്കുന്ന ഈ നരകാസുരൻ്റെ കൂട്ടുകാരനായിരിക്കുന്ന ദ്വിവിധൻ പിന്നെ എന്തു ചെയ്തു അവൻ? പുരുഷാൻ യോഷിതോ ദൃപ്ത ക്ഷ്മാഭൃദ്രോണീ ഗുഹാസു സാ നിക്ഷിപ്യ ചാപ്യധാച്ഛൈലൈ പേശസ്കാരീവ കീടകം. ഇങ്ങനെ ദൃപ്തനായി, അഹങ്കാരിയായി പുരുഷാൻ, അതേപോലെ തന്നെ പുരുഷന്മാരെയും യോഷിത, സ്ത്രീകളെയും ക്ഷ്മാഭൃദ്രോണീ ഗുഹാസു, പർവ്വതങ്ങളുടെ താഴ്വരകളിലും ഗുഹകളിലും ഒക്കെ കൊണ്ടുപോയി ഇട്ടിട്ട് പേശസ്കാരി, ഭ്രമരം കീടകമിവ, പുഴുവിനെ എന്നതുപോലെ, വേട്ടാളൻ പുഴുവിനെ എന്നതുപോലെ ശൈലൈ സ അപ്യഥാൽ, പർവ്വതങ്ങളെ കൊണ്ട് അതിനെ മുഴുവൻ ആച്ഛാദനം ചെയ്തു, അതിനെ മുഴുവൻ ആ ഗുഹകളൊക്കെ അടച്ചു വെച്ചു. ദുരഹങ്കാരിയാണവൻ, തൃപ്തനാണ്.
പുരുഷന്മാരെയും സ്ത്രീകളെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി പർവ്വത ഗുഹകളിലൊക്കെ കൊണ്ടുപോയി അടച്ച് ഗുഹാമുഖം അവിടെ വേട്ടാളൻ പുഴുവിനെ എന്നതുപോലെ കൂട്ടിൽ വെച്ച അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാണ്ട് ആക്കില്ല. ഇതേപോലെ ഈ ഗുഹാമുഖങ്ങളൊക്കെ കല്ലുവെച്ച് അടച്ചു. അങ്ങനെ ഏവം ദേശാൻ വിപ്രകുർവൻ ദൂഷയംശ്ച കുലസ്ത്രീയാ ശ്രുത്വാ സുലളിതം ഗീതം ഗിരിം രൈവതകം യയൗ. ഏവം ദേശാൻ വിപ്രകുർവൻ, ഇങ്ങനെ ദേശങ്ങളെ പീഡിപ്പിക്കുകയും കുലസ്ത്രീകളെ ദുഷിപ്പിക്കുകയും ചെയ്തുകൊണ്ട് സുലളിതം അതിമധുരമായ ഗാനത്തെ കേട്ടിട്ട് അവൻ ശ്രുത്വ രൈവതകം, രൈവതകം എന്നു പേരുള്ള പർവ്വതത്തിലേക്ക് അവൻ എത്തിച്ചേർന്നു എന്നാണ്. ബലരാമസ്വാമിയുടെ മനോഹരമായ ഗാനാലാപം ആണ് അവിടെ നടക്കുന്നത്. രൈവതകം എന്ന പർവ്വതത്തിൽ കൂടെ ഭഗവാന്റെ പത്നിമാരുണ്ട്. അങ്ങനെ കുലസ്ത്രീകളെയൊക്കെ ദുഷിപ്പിച്ച് ജനങ്ങളെ ഉപദ്രവിച്ച് ഈ ദ്വിവിധൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് മനോഹരമായൊരു ഗാനം അവിടെ ഇങ്ങനെ ഉയർന്നു വരുന്നു. അപ്പം അന്വേഷിച്ചു ചെന്നു. അങ്ങനെ രൈവതക പർവ്വതത്തിലേക്ക് എത്തിയപ്പോൾ തത്രാപശ്യൽ യദുപതിം രാമം പുഷ്കരമാലിനം സുദർശനീയ സർവാംഗം ലലനായുധമധ്യകം. സുദർശനീയ സർവാംഗം, കാണാവുന്ന എല്ലാ അംഗങ്ങളോടും കൂടിയ, അല്ലെങ്കിൽ കാണത്തക്കതായ എല്ലാ അംഗങ്ങളോടും കൂടിയ ആ ബലരാമൻ. ലലനായുധമധ്യകം, സ്ത്രീ സംഘങ്ങളുടെ മധ്യത്തിലിരിക്കുന്ന പുഷ്കരമാലിനം, താമരപ്പൂ കൊണ്ടുള്ള മാല ധരിച്ച യദുപതിം, യദുക്കളുടെ ആ നാഥനായിരിക്കുന്ന രാമനെ, രാമം തത്ര അപശ്യൽ, രാമനെ അവിടെ കണ്ടു എന്നും പറയുന്നു. അങ്ങനെയുള്ള ആ രാമനെ കണ്ടതിന് ശേഷം പിന്നീട് എന്താണ് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്നിപ്പോൾ ഭഗവത്പാദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരിയോം. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം.
ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി
സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.